എന്തൊക്കെയാണ് നമ്മുടെ വരുമാനങ്ങൾ? ഈ ചെറിയൊരു എമൗണ്ടിൽ അല്ലേ, ഒരു 750 രൂപ കൊടുത്ത് നമ്മൾ ജോയിൻ ചെയ്തു. അപ്പൊ ചിലവർക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം, 750 രൂപ കൊടുത്തുകൊണ്ട് ഇവിടെ എന്തുണ്ടാക്കാൻ പറ്റും? ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഒന്നും കിട്ടുന്നില്ല ഓരോ ഭാഗത്ത്. പക്ഷേ ഇവിടെ 750 രൂപ കൊടുത്ത് എന്തുണ്ടാക്കാൻ പറ്റും? അതാണ് ഇവിടുത്തെ മാജിക് എന്ന് പറയുന്നത്. വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ കമ്പനിയുടെ MD കൂടെ നമുക്കിവിടെ ഒരുക്കി തന്നിട്ടുള്ളത്. അതെന്തൊക്കെയാണ് ആ പ്ലാൻ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കൃത്യമായിട്ട്. ആദ്യം പറയാൻ പോകുന്ന ഇൻകം എന്ന് പറയുന്നത് ലൈവ് ടീം ബോണസ് ആണ്. ലൈവ് ടീം ബോണസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ബൈനറി കൺസെപ്റ്റ് ആണ്. നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമായിരിക്കും ബൈനറി എന്താണെന്നുള്ളത് അല്ലെ. പലതരത്തിലുള്ള പ്ലാനുകൾ ഉണ്ട് അല്ലെ. സൺഫ്ലവർ ഉണ്ട്, ട്രെയിനറി ഉണ്ട്, അങ്ങനെ നിരവധി പ്ലാനുകൾ ഉണ്ട്, ലെവൽ പ്ലാനുകൾ ഉണ്ട്. നമ്മുടെ സിസ്റ്റത്തിലെല്ലാം ഉണ്ട്. അതിലൊരു ഇൻകം പ്ലാൻ ഈ പറയുന്ന ആദ്യത്തെ ലൈവ് ടീം ബോണസ് ബൈനറി എന്ന് പറയുന്നത്. ഈ ബൈനറിയിൽ നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ, എന്താണ് നമുക്കിവിടെ വരുമാനം കിട്ടുന്നത്? ആദ്യം നമ്മൾ ജോയിൻ ചെയ്യുന്നു. 750 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കമ്പനി ഇവിടെ 3 സൈറ്റാണ് ഫസ്റ്റ് തന്നെ തരുന്നത്. ഒരു മെയിൻ ID, മദർ IDയും ലെഫ്റ്റിലും റൈറ്റിലും ആയിക്കൊണ്ട് 2 ID എക്സ്ട്രാ തരുന്നു. അങ്ങനെ ടോട്ടൽ 3 ID ആയിരിക്കും. നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന എത്ര IDയില്ല? ഫസ്റ്റത്തെ ഒരു IDയിൽ 750 രൂപ നമ്മൾ പെയ്ഡ് ചെയ്യുന്നു. 2250 രൂപ കൊടുത്ത് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 IDയും സ്പോട്ടിൽ തന്നെ ആക്ടിവേഷൻ ചെയ്ത് ഈ ബിസിനസ്സിലോട്ട് കടന്നു വരാം. അങ്ങനെ വരുന്ന സമയത്ത് ഒരു PV = 1 രൂപ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ഓരോ ബിസിനസ് മാച്ച് ചെയ്യുന്ന സമയത്ത് 1:1 റേഷ്യോയിൽ 200 രൂപയാണ് നമുക്ക് ഒരു ജോഡിക്ക് ഇവിടെ പെയർ കമ്മീഷൻ ആയിട്ട് കമ്പനി തരുന്നത്. ആദ്യത്തെ ആ ഒരു ബിസിനസ്സിലെ 200 രൂപ മാത്രം നമുക്ക് എന്ത് ചെയ്യണം, കിട്ടണമെങ്കിൽ കമ്പനി പറയുന്ന ഒരു ക്രൈറ്റീരിയ, നിങ്ങളുടെ ലെഫ്റ്റിലോ റൈറ്റിലോ ആയിട്ട് ഒന്നുകിൽ 2:1 അല്ലെങ്കിൽ 1:2. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 2:1 അല്ലെങ്കിൽ 1:2 ABC മൂന്നാമത്തെ ഒരു ബിസിനസ് കൂടെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ആദ്യത്തെ 200 രൂപ എന്ത് ചെയ്യണം, കമ്പനി നിങ്ങളുടെ വാലറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ബിസിനസ്സിന് മാത്രം. അതിനുശേഷം ആ ക്രൈറ്റീരിയ ഇല്ല, പിന്നെ എല്ലാം 1:1 ആണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരു 3 ബിസിനസ് ലെഫ്റ്റിലും 3 ബിസിനസ് റൈറ്റിലും വരികയാണെന്നുണ്ടെങ്കിൽ എത്രയായും 600 രൂപ നിങ്ങൾക്ക് ഇൻകം ആവും അല്ലേ. മിനിമം 500 രൂപ നിങ്ങളുടെ വാലറ്റിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാം. KYC എല്ലാം കൊടുത്താൽ ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ കമ്പനി ചെയ്തിട്ടുണ്ട്. ഡെയിലിയാണ് നമുക്ക് വിഡ്രോവൽ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കമ്പൽസറി പറയുന്നുണ്ട്, ലെഫ്റ്റിലും റൈറ്റിലും നിങ്ങളുടെ മെയിൻ സൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ ഒരാളെയും റൈറ്റിൽ ഒരാളെയും നിങ്ങൾ കമ്പൽസറി ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കണം, റെഫർ ചെയ്യിപ്പിച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം വിഡ്രോ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ പൈസ എന്ത് ചെയ്യും, അവിടെ തന്നെ ഉണ്ടാവും, എടുക്കാൻ പറ്റില്ല. കമ്പൽസറി ആയിട്ടും 2 പേരെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് നിങ്ങൾ ഓരോ ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കണം. അങ്ങനെ എത്ര രൂപ നമുക്ക് വരുമാനം ഉണ്ടാക്കാം? ഒരു മണിക്കൂറിൽ നമുക്ക് ഏറ്റവും മിനിമം എന്ന് പറയുന്നത് ഒരു ജോഡിക്ക് 200 രൂപയും 5 ജോഡിക്ക് 1000 രൂപ. എവറി 1 അവർ കട്ട് ഓഫ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഇന്നേവരെയും കണ്ടിട്ടില്ലാത്തൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഇൻകം പ്ലാനാണ് കമ്പനി നമുക്ക് തന്നിരിക്കുന്നത്. ഓരോ മണിക്കൂറിൽ നമുക്ക് 1000 രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. ഒരു ദിവസം എല്ലാവർക്കും ഉള്ള എത്ര, 24 മണിക്കൂർ അല്ലെ, 24 hours. 24 മണിക്കൂറിൽ ഒരു ദിവസം 24,000 രൂപ ഉണ്ടാക്കാന്ന് 750 രൂപ അടച്ചുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് ഒരു ദിവസം ഒരു 800 രൂപയോ 1000 രൂപയോ ഉണ്ടാക്കാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് അല്ലെ. പക്ഷെ ചെയ്യുന്ന ജോലികളുടെ കൂടെ പറ്റുന്ന സമയങ്ങൾ, ഒരു ദിവസം കിട്ടുന്ന സമയങ്ങളൊന്ന് മാറ്റി വെച്ച് നമ്മൾ ഈ ഒരു പ്ലാൻ ഒന്ന് നമ്മളൊന്ന് പ്രസന്റ് ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ഒരു ദിവസം 24,000 രൂപ വരയ്ക്കും ഈ ഒരു IDയിലൂടെ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. അങ്ങനെ നമുക്ക് ടോട്ടൽ 3 IDs ഉണ്ട് അല്ലേ. ഈ 3 IDയിൽ 2250 രൂപ കൊടുത്ത് ജോയിൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ഒരു മണിക്കൂറിൽ നിങ്ങൾക്ക് 3000 രൂപ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു ദിവസം 24 മണിക്കൂറിൽ 72,000 രൂപ പെർ ഡേ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു സിസ്റ്റമാണ് ലൈവ് ടീം ബോണസ് അല്ലെങ്കിൽ ബൈനറി എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം. ഇവിടെ നിങ്ങൾക്ക് പവർ ടീം എന്ന് പറയുന്ന ഭാഗം ഏതാണോ അത് ക്യാരി ഫോർവേഡിങ് ആയിരിക്കും. ഒരിക്കലും വാഷ് ഔട്ട് ആവുന്നില്ല, അത് എപ്പോഴും ക്യാരി ഫോർവേഡിങ് തന്നെ ഉണ്ടായിരിക്കും. ബാക്കിയുള്ള സൈഡിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഓരോ മണിക്കൂറിലും 1000 വിഡ്രോവലായിട്ട് എടുക്കുന്നത് അല്ലെ. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഒരു സിസ്റ്റം പ്ലാൻ ചെയ്തിരിക്കുന്നത്, നമുക്ക് ഈ ഒരു ലൈവ് ടീം ബോണസിലൂടെ മാത്രം മനസ്സിലാക്കാം. അടുത്ത് പറയാൻ പോകുന്ന ഒരു ഇൻകം ആണ് ലെവൽ അപ്ഗ്രേഡ് ബോണസ്. ഇന്നേ വരയ്ക്കും നമ്മൾ ചെയ്തിട്ടില്ലാത്ത ഒരു ഇൻകം പ്ലാൻ ആണ്. വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻകം പ്ലാൻ ആണ്. 2026 ഒക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു 1 CR 2 CR 3 CR എല്ലാം കയറി വരാൻ കപ്പാസിറ്റി ഉള്ള രീതിയിലുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഇൻകം പ്ലാൻ ആണ് ഇവിടെ തന്നിട്ടുള്ള ലെവൽ അപ്ഗ്രേഡ് ബോണസ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു 750 രൂപയുടെ ഒരു പ്രൊജക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നിറയെ ആളുകൾ ഈ ബിസിനസ്സിലോട്ട് കൊണ്ടുവരും അല്ലേ. ഒരാളെയോ 2 ആളെയോ 5 ആളെയോ ഒന്നും ആയിരിക്കില്ല, 10 പേരെയോ 15 പേരെയോ 25 പേരെയൊക്കെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരും.
അങ്ങനെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ ആളുകളുമാണ് നമ്മളുടെ ലെവൽ അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഈ ലെവൽ ടീമിലോട്ട് വരുന്നത്. ഓൾറെഡി ബൈനറി റണ്ണിങ്. ഇവിടെ വരുന്നത് നമ്മുടെ ഡയറക്റ്റ് കൊണ്ടുവരുന്ന ആളുകൾ മാത്രമായിരിക്കും. അങ്ങനെ ഒന്നാമത്തെ സ്റ്റാർ മുതൽ, ഫസ്റ്റ് സ്റ്റാർ എന്ന് പറയുന്ന കാറ്റഗറി റാങ്ക് മുതൽ നിങ്ങൾക്ക് 10 സ്റ്റാർ, 10 സ്റ്റാർ എന്ന് പറയുന്ന റാങ്ക് വരയ്ക്കുള്ള 10 ലെവലിലുള്ള ഒരു പ്ലാനാണ് തരുന്നത്. ഇവിടെ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒരു 500 രൂപ ജസ്റ്റ് നമ്മളൊന്ന് ഈ ഒരു ട്രീയിൽ നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് അല്ലേ? അപ്ഗ്രേഡ് എന്ന് വെച്ചാൽ എന്താ? ഒന്ന് നമ്മൾ അല്ലെ, നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എപ്പോഴും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്ന പോലെയാണ് ഇവിടെ ഈ സിസ്റ്റത്തിൽ. ബൈനറിയിൽ നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പൈസ ഉപയോഗിച്ചിട്ട് 500 രൂപ നിങ്ങൾ ഇവിടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക. ഈ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അയ്യോ, ഈ 500 രൂപ നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള വ്യക്തി ആരാണോ അവർക്ക് 100% ആ പൈസ പോയിരിക്കും, കിട്ടിയിരിക്കും കയ്യിൽ. അവരുടെ വാലറ്റിലേക്കാണ് ഇത് പോകുന്നത്. 500 രൂപ അപ്ഗ്രേഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ? ബാക്കിയുള്ള അപ്ഗ്രേഡുകളെല്ലാം ചെയ്യുമ്പോൾ നമുക്കാണ് ആ പൈസ കിട്ടുന്നത്. അതിനാണ് നമ്മൾ ആദ്യം അപ്ഗ്രേഡ് ചെയ്ത് വെച്ചത്. ദെൻ ഈ 500 അപ്ഗ്രേഡ് ചെയ്തപ്പോൾ നെക്സ്റ്റ് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ? ഈ 500 രൂപ വീണ്ടും റീചാർജ് റെഡീം വാലറ്റിലോട്ടും ഷോപ്പിംഗ് റെഡീം വാലറ്റിലോട്ടും ഈ 500 പോയിട്ട് വീണ്ടും ആഡ് ആവുന്നു. അതുകൊണ്ട് എന്താ ഗുണം? അവിടെ റീചാർജ് റെഡീം അവസാനിക്കുന്നില്ല, കഴിയുന്നില്ല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും 2% ഡിസ്കൗണ്ട് എടുത്തുകൊണ്ടേയിരിക്കാം. ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് വാലിഡിറ്റി കയറിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ബാക്കിയുള്ള പൈസ കൊടുത്താൽ മതി. ഏത് പ്രൊഡക്റ്റ് ആണോ വാങ്ങേണ്ടതിന്റെ 50% കൊടുത്താൽ മതി. ഈ റെഡീം ഉപയോഗിച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാം. അങ്ങനെ 500 രൂപ നിങ്ങൾ ആദ്യം എന്ത് ചെയ്തു? അപ്ഗ്രേഡ് ചെയ്തു അല്ലേ? അപ്പൊ ഉടൻ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു 10 പേരെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ 10 പേരെയാണ് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ 10 പേര് നിങ്ങളുടെ കൂടെ ഫസ്റ്റ് ലെവലിൽ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും? പ്ലേസ്മെന്റ് ആകും. ആ 10 പേരും ഇതേപോലെ 500 വെച്ചിട്ട് അവരുടെ ആദ്യത്തെ അപ്ഗ്രേഡ് നടത്തുന്ന സമയത്ത് 10 × 500, ഈ 500 രൂപ വെച്ചിട്ട് 10 പേരെ കയ്യിൽ നിന്നും കിട്ടണം. 5000 രൂപ നിങ്ങൾക്ക് തന്നെയാണ് കിട്ടുന്നത്. അപ്ഗ്രേഡ് ചെയ്ത് വെക്കണം. അപ്ഗ്രേഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുകളിലുള്ള ആരാണോ അപ്ലൈ അവരിലേക്ക് ഈ ഫണ്ട് നേരെ കയറി പോകും. അപ്പൊ നമ്മൾ അഡ്വാൻസ് ആയിട്ടൊന്ന് ചെയ്ത് വെക്കണം. അങ്ങനെ ഫസ്റ്റ് ലെവലിൽ നമ്മൾ 10 പേര് ചെയ്യുന്നു, 5000 രൂപ കിട്ടി. ഈ 5000 രൂപ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വേഗം 500 അപ്ഗ്രേഡ് ചെയ്ത പോലെ തന്നെ ഒരു 1000 രൂപ സെക്കൻഡ് അപ്ഗ്രേഡ് ഉടൻ തന്നെ ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ കാറ്റഗറി സെക്കൻഡ് സ്റ്റാറിലോട്ട് മാറണം. രണ്ടാമത്തെ സ്റ്റാർ എന്ന് പറയുന്ന ലെവലിലോട്ട് നമ്മുടെ ID മാറുകയാണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ കൊണ്ടുവന്നിട്ടുള്ള 10 ആളുകളുടെയും ഡ്യൂപ്ലിക്കേഷൻ, മൾട്ടിപ്ലിക്കേഷൻ അവിടെ നടക്കുന്ന സമയത്ത് അവർ കൊണ്ടുവരുന്ന ആളുകൾ 10 × 10 ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. 100 പേരുണ്ടാവും സെക്കൻഡ് ലെവലിൽ. ആ 100 പേരും ഇൻറ്റു 1000 രൂപ വെച്ചിട്ട് അവർ രണ്ടാമത്തെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരാളുടെ കയ്യിൽ നിന്ന് 1000 രൂപ വെച്ചിട്ട് 1,00,000 രൂപ നിങ്ങൾക്കാണ് കിട്ടുന്നത്, ഓരോ 1000 രൂപയും. മൂന്നാമത്തെ സ്റ്റാറിൽ എത്രയാണ്? 1500 രൂപയാണ്. അവിടെ എത്ര മെമ്പേഴ്സ് ആണോ വരുന്നത്? ആ 3 സ്റ്റാർ എന്ന് പറയുന്ന, തേർഡ് സ്റ്റാർ എന്ന് പറയുന്ന റാങ്കിൽ നിൽക്കുന്ന ആളുടെ മൂന്നാമത്തെ അപ്ഗ്രേഡ്, അവരുടെ മൂന്നാമത്തെ അപ്ഗ്രേഡ് 1500 മുഴുവൻ നിങ്ങൾക്കാണ് വരിക. ദെൻ ഫോർത്ത് സ്റ്റാർ, അവിടെ 2000 രൂപയാണ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. ആ 2000 രൂപ അപ്ഗ്രേഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു 400 പേരോ 500 പേരോ 300 പേരോ എത്രയോ പേരുണ്ടായിക്കോട്ടെ ഫോർത്ത് സ്റ്റാർ റാങ്കിൽ, അവരുടെ നാലാമത്തെ അപ്ഗ്രേഡ്, അവർ ആദ്യം 500 ചെയ്യും, പിന്നെ 1000 ചെയ്യും, 1500 ചെയ്യും. അവരുടെ നാലാമത്തെ അപ്ഗ്രേഡ് 2000 എന്ന് പറഞ്ഞ് ഫുള്ള് നിങ്ങൾക്കായിരിക്കും കയറി വരിക. കാരണം അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അപ്ഗ്രേഡ് ചെയ്ത് വെക്കണം 2000. അതേപോലെ 5 സ്റ്റാർ എന്ന് പറയുന്ന റാങ്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓൾറെഡി 2500 രൂപ നമ്മൾ അവിടെ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിരിക്കണം. അവരുടെ എല്ലാം 5ാമത്തെ അപ്ഗ്രേഡ് ആയിട്ടുള്ള 2500 രൂപ കിട്ടുന്നത് നിങ്ങൾക്കായിരിക്കും. അവിടെ ഒരു 1000 പേരൊക്കെ ഉണ്ടെന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ 6, 7, 8, 9, 10. 10ാമത്തെ സ്റ്റാർ എന്ന് പറയുന്ന ലെവലിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് വെക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 5000 രൂപയാണ്. നമ്മൾ 5000 രൂപ അപ്ഗ്രേഡ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ 10ാമത്തെ ലെവലിൽ വരുന്ന ആ ടീം ഉണ്ടല്ലോ, ഏകദേശം 5000 പേരോ 10000 പേരൊക്കെ ഉണ്ടായിക്കോട്ടെ. കാരണം ഈ 10ന്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത്, താഴത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അങ്ങനെ 10ാമത്തെ ലെവലിൽ നിൽക്കുന്ന ആ ടീമിന്റെ ആ ആളുടെ 10ാമത്തെ അപ്ഗ്രേഡ്, ആദ്യത്തെ അപ്ഗ്രേഡ് അവരുടെ 500 ആയിരിക്കുമല്ലോ, പിന്നെ 1000, 1500, 2000, അങ്ങനെ 10ാമത്തെ ലെവലിലുള്ള അപ്ഗ്രേഡുള്ള അവരുടെ 5000 അപ്ഗ്രേഡ് ചെയ്യുന്ന ഫുള്ള് നിങ്ങൾക്കായിരിക്കും കിട്ടുക. അങ്ങനെ അവിടെ ഒരു 500 പേരോ 1000 പേരോ 2000 പേരോ 5000 പേരൊക്കെ ഉണ്ടെങ്കിൽ മുഴുവൻ ആളുകളുടെയും ഫണ്ട് നിങ്ങൾക്ക് കിട്ടും. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 5000 പേരിൽ നിന്ന് 5000 രൂപ വെച്ചിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 1 CR 2 CR എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അവിടെ ലെവൽ അപ്ഗ്രേഡ് എന്ന് പറയുന്ന ബോണസുകളുടെ വരുമാനം കിട്ടാനുള്ള വലിയൊരു സാധ്യതയാണ് ഈ ഒരു സിസ്റ്റത്തിൽ കമ്പനി ഒരുക്കി വെച്ചിട്ടുള്ളത്. ദെൻ മൂന്നാമത് പറയുന്ന ഒരു സിസ്റ്റമാണ്, ഇൻകമാണ് റീപർച്ചേസ് പേഴ്സണൽ PV ബോണസ്. ഇവിടെ നമ്മൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാം. അപ്പോൾ 1 രൂപ എന്ന് പറഞ്ഞാൽ ഒരു PV ആണ്. 1 PV = 1 റുപ്പി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കാം. ഇപ്പോൾ ഒരു 1000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ 100 PV ആണ് കമ്പനി ഇട്ടിട്ടുള്ളതെങ്കിൽ ഈ 100 രൂപ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ വാലറ്റിലോട്ട് കയറും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ബാങ്ക് വിഡ്രോവൽ എടുക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം.
നെക്സ്റ്റ് പറയുന്ന ഒരു വരുമാനമാണ് റീപർച്ചേസ് ടീം ബോണസ്. വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഒരു ഇൻകമാണ് റീപർച്ചേസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഇൻകമാണ്. ഇപ്പോൾ ഓൾറെഡി ബൈനറി ഇൻകവും അതേപോലെ തന്നെ 10 ലെവലുള്ള ലെവൽ അപ്ഗ്രേഡ് മാത്രമാണ് ഇപ്പോൾ ഓൾറെഡി ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്. റീപർച്ചേസ് നടക്കണമെങ്കിൽ നമുക്ക് നല്ല ടീം ഉണ്ടായിരിക്കണം. നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും സൂപ്പർ ആയിട്ടുള്ള ടീം വരുന്ന സമയത്ത് അവിടെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന എല്ലാ ആളുകളും, ടോട്ടൽ ബൈനറി ട്രീയിൽ വരുന്ന ആളുകളും അവിടെ എന്ത് ചെയ്യും? അവർക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ അവിടെ വാങ്ങിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്ന സമയത്ത് ഒരു ദിവസം 5000 PV ലെഫ്റ്റിലും 5000 PV റൈറ്റിലും മാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ദിവസം സീലിംഗ് എന്ന് പറഞ്ഞാൽ 5000 രൂപയാണ്. അതെങ്ങനെയാണ് കണക്കാക്കുന്നത് വെച്ചാൽ ചെറിയൊരു എക്സാമ്പിളിലൂടെ മാത്രം പറഞ്ഞത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്മാർട്ട് വാച്ച് ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഈ പറയുന്ന റീപർച്ചേസിംഗിൽ എന്താ പറയുക, നമ്മുടെ ഓൺലൈൻ ഷോപ്പിൽ വരികയാണെന്ന് വിചാരിക്കുക. 2000 രൂപയാണ് ഇപ്പോൾ വാച്ചിന്റെ വില. ഇപ്പൊ കമ്പനി ഒരു 200 PV ആണ് ഒരു വാച്ചിന് ഇടുന്നതെങ്കിൽ ഒരാൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ടീമിൽ ഒരാൾ ഒരു വാച്ച് വാങ്ങിച്ചാൽ അവിടെ 200 PV കയറുകയാണ്. അങ്ങനെ 10 ആൾ വാങ്ങിക്കുകയാണെങ്കിൽ 2000 PV കയറി. ഇതേപോലെ തന്നെ ഒരു 10 പേര് റൈറ്റിലും 10 സ്മാർട്ട് വാച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അവിടെയും 2000 PV കയറി അല്ലേ? അപ്പൊ 2000 മാച്ച് ചെയ്തു. അന്നത്തെ ദിവസം വരുമാനം 2000 രൂപയാണ്. അങ്ങനെ 100 കണക്കിന് പ്രൊഡക്റ്റ് വരുന്ന സമയത്ത് 100 കണക്കിന് പ്രൊഡക്റ്റിനും കമ്പനി PV ഇട്ടിട്ടുണ്ടാവും, PV നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ കയറി വാങ്ങിക്കാം. അങ്ങനെ 5000 PV ഒരു ദിവസം വാങ്ങിക്കുന്ന സമയത്ത് 5000 PV മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് 5000 രൂപയാണ് നമുക്ക് വരുമാനം. അപ്പൊ ഇവിടെ ഈ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ പൈസ വേണ്ടതൊരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും വേണ്ട. കമ്പനി ഒരു സിസ്റ്റം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന ഓരോ പൈസകളും ബൈനറിയിലും അതേപോലെ ലെവൽ ഇൻകത്തിലെല്ലാം വരുന്ന ഓരോ പൈസകളും നിങ്ങൾ ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് എവരി വിഡ്രോവൽ 10% കമ്പനി ഡിഡക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ കമ്പനി കട്ട് ചെയ്യും. ഒരു 1000 രൂപയാണ് നിങ്ങൾ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ 100 രൂപ കട്ട് ചെയ്തുകൊണ്ട് നേരെ റീപർച്ചേസിങ്ങിലോട്ടാണ് പൈസ മാറ്റി വയ്ക്കുന്ന കമ്പനി. ഈ പൈസ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പ്രൊഡക്റ്റ് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. ആ പൈസ കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അനക്കാൻ പറ്റില്ല പൈസ. ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ ഓൺലൈൻ ഷോപ്പിൽ വരുമ്പോൾ അല്ലേ നമുക്ക് കാണുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കും എന്തായാലും. അപ്പൊ ഈ പൈസ കൊണ്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പോകുന്നത്. അങ്ങനെ ലെഫ്റ്റിലും റൈറ്റിലും നടക്കുന്ന ടോട്ടൽ ബിസിനസ് വോളിയത്തിന്റെ 5000 PV മാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5000 രൂപ പെർ ഡേ ഇൻകം. ഒരു മാസം നോക്കിയാൽ 1.5 ലക്ഷം രൂപ ഒരു ഐഡിയയിൽ നിങ്ങൾക്ക് ഇൻകം കിട്ടും. സീലിംഗ് ആണത്. അവിടെയും പവർ സൈഡ് ക്യാരി ഫോർവേഡിംഗ് ഉണ്ട്. അങ്ങനെ 3 ഐഡിയാണ് കമ്പനി നമുക്ക് തരുന്നത്. 3 ഐഡി നിങ്ങൾ ഡെയിലി സീലിംഗ് അടിക്കുകയാണെങ്കിൽ ഒരു 15000 രൂപ കിട്ടും. ഒരു മാസം 4.5 ലക്ഷം രൂപയോളം വരുമാനം കിട്ടാൻ സാധ്യതയുള്ളൊരു പ്ലാൻ ആണ് റീപർച്ചേസ് ടീം ബോണസ്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞു എന്ത് വേണം? നല്ല നമുക്ക് ലെഫ്റ്റും റൈറ്റും നല്ല ടീം സെറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഇൻകം നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ തീർച്ചയായിട്ടും. അങ്ങനെ ഈ ഒരു ഇൻകം വാങ്ങിക്കുന്ന ഒരു സമയം അല്ലേ, 5000 ആണെങ്കിലും 2000 ആണെങ്കിലും 3000 ആണെങ്കിലും ഡെയിലി നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അടുത്ത് പറയാൻ വരുമാനമായിട്ടുള്ള ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ്. വളരെയധികം ഭംഗിയായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. 5000-ഓ 2000-ഓ 3000-ഓ അല്ലെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകൾ ആര് വാങ്ങണം? നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഡയറക്റ്റ്, നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള റെഫറൽസ്, നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണോ ആ 10 പേര് ഓൾറെഡി ഉണ്ട് അല്ലെ, ആ 10 പേരാണ് ഈ 5000 വാങ്ങിക്കുന്നതെങ്കിൽ അവർ വാങ്ങിക്കുന്നതിന്റെ 50% നമുക്ക് കിട്ടുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയ 50 അതായത് 5000 വാങ്ങിക്കുമ്പോൾ നമുക്ക് 50%, 2500 രൂപ. അവർ 1000 വാങ്ങിക്കുന്നെങ്കിലോ നമുക്ക് അതിന്റെ പകുതി കിട്ടുന്ന 500 രൂപ. അങ്ങനെ നമ്മൾ 10 പേരെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ബിസിനസ്സിലോട്ട്. ഈ 10 പേരും സീലിംഗ് അടിക്കുകയാണെങ്കിലോ 5000 സീലിംഗ് അടിക്കുകയാണെങ്കിൽ ഡെയിലി അതിൽ നിന്നെല്ലാം 2500 രൂപ വെച്ചിട്ട് 25000 രൂപ കിട്ടും ഫസ്റ്റ് ലെവലിൽ 50%. ആ 10 പേരുടെ നെക്സ്റ്റ് ജനറേഷൻ ആണ് നിങ്ങളുടെ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ലെവൽ. അവിടെ 20% ആണ്. അവിടെ ഒരു 5000 രൂപയാണ് ഒരാൾ സീലിംഗ് അടിക്കുന്നതെങ്കിൽ 20% 1000 രൂപ നമുക്ക് കിട്ടും. അങ്ങനെ അവിടെ 100 കണക്കിന് ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിലോ തേർഡ് ലെവലിൽ പറയുന്നത് 10%, ഫോർത്ത് ലെവലിൽ 10%, ഫിഫ്ത്ത് ലെവലിൽ 10%. അവിടെ ഒരു 5000 വാങ്ങിക്കുന്ന ആൾക്കാർ നിങ്ങൾ 5ാമത്തെ ലെവലിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ 10%, 500 രൂപ വെച്ചിട്ടായിരിക്കും കിട്ടുന്നത്. വളരെയധികം ഹ്യൂജ് ആയിട്ടുള്ള ഒരു വരുമാനമാണ്. അതായത് മെമ്പേഴ്സിന്റെ എണ്ണം, ഈ പറഞ്ഞ ഡയറക്ട് റെഫറൽസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാണ്? നമ്മളുടെ ഇൻകം ഈ ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഇൻകം പ്ലാൻ കൂടെ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ കമ്പനി സിസ്റ്റത്തിലോട്ട് വരാൻ പോകണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നിറയെ ആളുകളെ ബിസിനസ്സിലോട്ട് കൊണ്ടുവരണം. ഈ പറയുന്ന ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് എന്ന് പറയുന്ന ഈ ഇൻകം നമ്മൾ അടിക്കണം. ഈ പറയുന്ന ബൈനറി ഇൻകവും ലെവൽ പ്ലാനിലും ഇപ്പൊ തന്നെ നല്ല രീതിയിൽ വരുമാനം വാങ്ങുന്ന ആളുകൾ ഡെയിലി ഉണ്ട്. ഈ ഒരു സിസ്റ്റം കൂടെ വരുന്ന സമയത്ത് ഡെയിലി 25000, 50000, 1 ലക്ഷം രൂപ എല്ലാം വരുമാനം വാങ്ങുന്ന രീതിയിലേക്ക് ഈ ഒരു പ്ലാനിലൂടെ നമുക്ക് സാധിക്കും എൻ്റെ സുഹൃത്തുക്കളെ. ഓക്കെ, നെക്സ്റ്റ് പറയാൻ പോകുന്ന കുറച്ച് റാങ്ക് ആൻഡ് റിവാർഡ്സുകളാണ്. നല്ല രീതിയിൽ ടീമെല്ലാം ബിൽഡ് ചെയ്ത് വരുന്ന സമയത്ത് ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കമ്പനി തരുന്നുണ്ട്. ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ബ്രൗൺസ് ആണ്.
ഒരു ലാപ്ടോപ്പാണ് ഗിഫ്റ്റായിട്ട് തരുന്നത്. സെക്കൻഡ് സിൽവർ ആണ്, ഫോറിൻ ട്രിപ്പാണ്. തേർഡ് ഗോൾഡ് എന്ന് പറയുന്ന റാങ്കാണ്, ബൈക്ക് ഓർ സ്കൂട്ടർ. ഫോർത്ത് വന്നിട്ട് ഡയമണ്ട് ആണ്, ട്രാവൽ ഫണ്ട്. ഫിഫ്ത്ത് വന്നിട്ട് പ്ലാറ്റിനം, കാർ ഫണ്ട്. സിക്സ്ത് വന്നിട്ട് ക്രൗൺ എന്ന് പറയുന്ന റാങ്കാണ്, ഹൗസ് ഫണ്ടാണ്. അപ്പൊ ഈ ഒരു ഗിഫ്റ്റുകൾ മാത്രം നോക്കി കഴിഞ്ഞാൽ 1 CR മുകളിലൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു വളരെയധികം ലളിതമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള രീതിയിലാണ് ഒരു ഇൻകം പ്ലാൻ നമുക്ക് കമ്പനി എന്ത് ചെയ്തിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ കയറുന്ന ഉള്ളിലോട്ട് നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്ന 750 നമ്മൾ വിചാരിക്കും, ഓ ഇതിലൂടെ നമുക്ക് എന്തൊക്കെ സമ്പാദിക്കാൻ പറ്റുന്നൊരു ചിന്താഗതി പലർക്കും ഉണ്ടായിരിക്കും. പക്ഷേ ഈ 750 രൂപ കൊടുത്തുകൊണ്ട് ഒരു 7 കോടിക്ക് മുകളിലൊക്കെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഇത് എന്നുള്ളത് നമ്മൾ ഈ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലുള്ളൂ. ഈ ഇൻകം പ്ലാൻ പഠിക്കണം. ഈ 5 ഇൻകം പ്ലാനുകൾ നമ്മൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ എന്തായാലും എന്റെ സുഹൃത്തുക്കൾ, ഇത്രയും നേരം പ്ലാൻ കേട്ടത് നമ്മളൊക്കെ തന്നെയാണ്. എന്ത് ചെയ്യുക, സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഈ ബിസിനസ്സിലോട്ട് കൊണ്ടുവന്നിട്ടുള്ള ലീഡേഴ്സുമായിട്ട് എന്ത് ചെയ്യണം, ചർച്ച ചെയ്യുക. നമ്മൾ എന്താ പറയുക, കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കി ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളെടുത്ത് പോയിട്ട് നമ്മൾ നെയിൽക്കാർഡിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ വട്ടം കറക്കി വിടും. ഉറപ്പാണ്, നിനക്കൊന്നും വേറെ പണിയില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കും. പക്ഷെ നിങ്ങൾ ചോദിക്കേണ്ട സംശയങ്ങൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലീഡേഴ്സുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുന്നു, ഒരു 750 രൂപയോ അല്ലെങ്കിൽ 2250 രൂപയോ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ തലവര മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻകം പ്ലാനാണ് കമ്പനി നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. എല്ലാ എന്താ പറയുക, നമ്മുടെ ഓൾ ഓവർ ഇന്ത്യ മുഴുവൻ എല്ലാ സ്റ്റേറ്റുകളിലേക്കും ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ബിസിനസ്സുകൾ എല്ലാവരുടെയും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും അല്ലെ, ഒരുപാട് എന്താ പറയുക, സാമ്പത്തികപരമായിട്ട് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഈശ്വര അനുഗ്രഹം കൊണ്ട് ഈശ്വരന്റെ രൂപത്തിൽ വന്നിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഇന്ന് തന്നിട്ടുള്ള നെയിൽക്കാർട്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു രാത്രി ഈ ഒരു വേളയിൽ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഈ ഒരു ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിലൊരു വരുമാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ആദ്യമേ പരിചയപ്പെടുത്തി. എൻ്റെ പേര് കുമാർ എന്നാണ്, ഞാൻ പാലക്കാട് ഒലവക്കോടാണ്. കഴിഞ്ഞ 2 മാസമായി ഈ ഒരു ബിസിനസ് പ്രോജക്റ്റിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് വളരെയധികം സന്തോഷമായി ഹാപ്പിയോടുകൂടെ തന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ വന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ എൻ്റെ കൂടെ ഈ പറയുന്ന എയർ കാർഡ് പ്രോഗ്രാമിലേക്ക് ഏകദേശം ഒരു 10, 30, 40 കൂടുതൽ മെമ്പേഴ്സ് ഓൾറെഡി നമ്മൾ ടീമിൽ നിന്നെല്ലാം വിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും ആ ഒരു പ്രോഗ്രാമിൽ വെച്ച് തീർച്ചയായിട്ടും മീറ്റ് ചെയ്യാം. നല്ല നല്ല ന്യൂസുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് കമ്പനിയുടെ ഭാഗത്തുനിന്ന്. അപ്പൊ എല്ലാവരും ഈ ഒരു ബിസിനസ്സിലൂടെ നല്ല രീതിയിലുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ഈശ്വരന്റെ അനുഗ്രഹം കൂടെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു പ്രോജക്റ്റ് ഈ ഒരു വേളയിൽ ഈ ഒരു ബിസിനസ് പ്രസന്റേഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തതായിട്ട് അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓൾ സക്സസ്.